നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ഇവിടെ എത്തി മുറിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് അറിയുന്നത് കേട്ടോ, അത് വിളഞ്ഞിട്ടില്ലാന്നേ. അപ്പോൾ അത് വെറുതെ കളയാൻ പറ്റുമോ? ഇത്രയും നമ്മൾ കെട്ടിയെടുത്തിട്ട് കൊണ്ടുവന്നേലേ വണ്ടിയിലൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമമൊക്കെ വിചാരിച്ചിട്ട് കളയാൻ തോന്നിയില്ല. പിന്നെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതും കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു പണിയെടുത്തേ. അപ്പോൾ താമൂലൊക്കെ വെക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റുള്ള ഒരു ചക്ക എല്ലാം വെട്ടി മുറിച്ചിട്ട് അങ്ങനെ ഒരു ഉപ്പേരി തോരനൊക്കെ വെക്കുന്ന ഒരു രീതി കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കടലയും എടുത്ത് അതുപോലെ നമ്മുടെ ചക്കപ്പൂതല നന്നായിട്ട് കഴുകിയിട്ട് അതിലോട്ട് ഇട്ടിട്ട് ഒരു പച്ചമുളകും കീറിയിട്ട് പിന്നെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് കുറച്ചധികം ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല. അങ്ങനെ കുറച്ച് മുങ്ങിയിട്ടാന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 4 വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും, ആ തേങ്ങയും ജീരകവും വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അധികം അരയാൻ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അതും എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ലേ, എന്താ സംഭവം എന്നറിയില്ല, ഓഫ് ആയതായിരിക്കും കേട്ടോ കാരണം. അപ്പോൾ അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കുക്കറിൽ ഒരു 4 വിസിൽ വേവിച്ചതിന് ശേഷം എന്നിട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ കടലയും നമ്മുടെ ചക്കപ്പൂതലും തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു എരിശ്ശേരിയുടെ പരുവത്തിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കിടക്കുക. അതിനുശേഷം പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഇത് വറുത്തിട്ടിടാൻ വേണ്ടിയിട്ട്. കുറച്ച് തേങ്ങയും നമ്മുടെ കറിവേപ്പിലയും പിന്നെ കടുകൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്, ഞാൻ കടുകൊന്നും ഇട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിക്കണേ. ആ ഒരു ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് തട്ടി കൊടുക്കേണ്ടത്. അങ്ങനെ അതൊക്കെ ഒരു വറവ് റെഡി ആകുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റിലാണേ.